ഒരു ഇതിൽ ഞാൻ കേട്ടു, പ്രണയമെല്ലാം ആത്മാർത്ഥത വേണ്ടതല്ല എന്നും വളച്ചെടുക്കലുകളൊക്കെ ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് എന്നും ഉള്ളൊരു സംഭവം ഞാൻ കേട്ടു. ഓക്കെ, യാത്ര തുടരട്ടെ. അപ്പോൾ പെൺകുട്ടികൾക്കിടയിലും ആൺകുട്ടികൾക്കിടയിലും പ്രണയം എന്നത് ആസ്വാദനം മാത്രമായിട്ട് മാറിയിട്ടുള്ള ഈ ഒരു കാലഘട്ടം, പ്രണയത്തെ അവർ കാണുന്നത് അവരൊരു ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും വളച്ചെടുക്കലുകൾ തമാശയ്ക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറുന്ന ഒരു ചെറിയ ഒരു ലോകത്തെ ആൾക്കൂട്ടങ്ങൾക്കിടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് വ്യക്തമാണോ അല്ലേ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ ഉപകാരമാണ്. എൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? വോയിസിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമാവും. കാരണം ഞാൻ സംസാരിക്കുന്നുണ്ട്, നമുക്കൊരു ചെറിയ മാറ്റർ, ഒരു കണ്ടൻ്റാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, കേൾക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് നമ്മൾ എല്ലാവരും വാർത്തയിലൂടെ കേട്ടത് തന്നെയാണ്. അതിനോട് റിലേറ്റഡ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. അതുപോലെ ഒരുപാട് കുരുന്ന് എന്ന് പറഞ്ഞാൽ വകതിരിവ് വരാത്ത മക്കളുടെ മരണങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. 18 വയസ്സ്, 20 വയസ്സ്, 21 വയസ്സ്, 22 വയസ്സ്, അതിലുപരി മാരീഡായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഈ മരണത്തിലേക്ക് തള്ളിപ്പെടുന്നത് ഈ നമ്മളിപ്പോൾ കേൾക്കുന്ന പ്രണയത്തിൽ അകപ്പെട്ട് മരണത്തിലേക്ക് തള്ളപ്പെടുന്നത് കൂടുതലും ഇവിടെയാണ് ഓരോരുത്തരുടെയും ചിന്താഗതികൾ ഉണ്ട്. ഇപ്പോൾ കൂടുതലും പെണ്ണുങ്ങളിലും ഒരുപാട് പെണ്ണുങ്ങൾ എന്താ പറയുക, സ്നേഹം ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. സ്നേഹം ആഗ്രഹിക്കും. അവർ മറ്റുള്ള കാര്യങ്ങളല്ല ആഗ്രഹിക്കുന്നത്. അവർക്ക് സ്നേഹം വീടുകളിൽ നിന്ന് കിട്ടുമ്പോഴും ആ സ്നേഹത്തിൻ്റെ അളവ് പോരാ എന്നതാണ് മാനദണ്ഡം. ഈ സ്നേഹം ആഗ്രഹിച്ച് നടക്കുന്ന പെൺകുട്ടികളിൽ അവർ എന്തുകൊണ്ട് സ്നേഹം ആഗ്രഹിക്കുന്നു എന്നതിന് അവരൊരു മാനദണ്ഡം കാണുന്നത് അവർക്ക് കിട്ടുന്ന സ്നേഹം തികയുന്നില്ല എന്നുള്ളത് കൊണ്ട് എവിടെ സ്നേഹം കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുന്ന കുറേ പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ പെണ്ണുങ്ങളാണ് ഈ വക പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി അവസാനം ഒരു ചെറിയ കയർത്തുമ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കായലിലോ അതുമല്ലെങ്കിൽ ട്രെയിനിന് മുന്നിലോ വിഷത്തിലോ ഒക്കെ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നത്. എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ചെറിയ വിഷയത്തെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ അമ്മ സ്നേഹം നൽകുന്നുണ്ട്, മോളേന്ന് വിളിക്കുന്നുണ്ട്. കൊക്കോ വന്നിട്ടുണ്ട്, നൂറ വ്ളോഗ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ കഴിയുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ജോയിൻ ചെയ്യാം. നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ ഇന്നത്തെ ഒരു ചെറിയ വിഷയം, പ്രണയം ആത്മാർത്ഥതയുള്ളതാകണോ അതോ നമ്മളുടെ ആസ്വാദനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയേണ്ടതാണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനെപ്പറ്റി പ്രതികരിക്കാം. ആരും കൂടെയുള്ളവരെ മനസ്സിലാക്കുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് രണ്ട് ഭാഗത്തു നിന്നും ഒരു ബ്രിഡ്ജാണ്. ആക്ച്വലി മനസ്സിലാക്കൽ എന്ന് പറയുന്നത് സിംഗിൾ ലെഗ് വെച്ച് നടക്കാവുന്ന അടിപ്പാത എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജാണ് മനസ്സിലാക്കൽ. നമുക്ക് 6 വരി പാത ഉണ്ടെങ്കിൽ ഒരു വഴിയിലൂടെ ഇല്ലെങ്കിൽ വേറൊരു വഴിയിലൂടെ കടന്നു പോകാൻ പറ്റും എന്നൊരു സംഭവം കൂടെ ഉണ്ട്. അല്ലെങ്കിൽ 2 വരി പാതയാണെങ്കിൽ